വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ നല്ല എനർജി ഉണ്ട് അല്ലേ? ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണ കാണുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ചുരിദാറാണ്. പിന്നെ ഫേസ് വാഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇല്ലാത്ത കളിയില്ല, വെസ്റ്റേജ് കമ്പനീൻ്റെ കേട്ടോ. ഫുള്ള് സാധനങ്ങളെടുത്ത് പാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണേ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ ആയിട്ടോ. വീട്ടിൽ നിന്ന് ഇന്നലെ ലേറ്റ് നൈറ്റാണ് വന്നത്. അപ്പോൾ രാവിലെയാണ്, നല്ല ലേറ്റായിട്ടാണ് രാവിലെ എണീറ്റത് വീട്ടിൽ നിന്ന്. അപ്പോൾ വീടൊന്ന് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ രാവിലത്തെ അടിച്ച് വരാച്ച് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചേരിയിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. ഏകദേശം ഫ്രണ്ടൊക്കെ അടിച്ചേരി ബാക്കിലെത്തിയപ്പോൾ അനിയുണ്ട് ഇങ്ങനെ വിളിക്കുന്നത്, ചായ അടിക്കുക താത്താന്ന് പറഞ്ഞ് വിളിച്ച് കറപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ പോയി. ഉമ്മൻ്റെ സ്പെഷ്യൽ പത്തിരിയും നല്ല ഫിഷ് കറി ഉണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് ഉമ്മ ഓരോ ബിസി തന്നെ അടുക്കളയിൽ. ഞാൻ ലൈറ്റായിട്ടാണ് ചായ അടിച്ചത്. ഒരു ഭാഗത്ത് ചിക്കൻ ഫ്രൈ ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അനിയൻ്റെ കൂടെ അങ്ങനെ പോകാമെന്ന് കരുതി. നാളെ ചെറിയൊരു ട്രിപ്പ് ഉണ്ട്, വയനാട്ടിലേക്കൊരു ഫാമിലി ടൂറാണ്. അപ്പോൾ അതിന് ചെറിയ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അനിയന് ഡ്രൈവ് ചെയ്യും. അങ്ങനെ കൂടെ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് വരുമ്പം കുറച്ച് ദിവസം നിൽക്കും കേട്ടോ, കുറേ വന്നിട്ട്. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഫുള്ളും പോക്ക് തന്നെ കയറാം, വണ്ടി കയറുക പോവുക. അങ്ങനെ അനിയന്മാരുണ്ടാകുമ്പോൾ രസമാണ്. പക്ഷെ അവർക്ക് ക്ലാസ് ഉണ്ടാകുമ്പോൾ പിന്നെ ആകെ ബോറടിക്കും. അപ്പോൾ യാറ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഷോപ്പിങ്ങിന് പോയോണ്ടിരിക്കുന്നത്. അവിടെ ഏകദേശം ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വേറെ എടുത്ത് ബില്ല് ചെയ്തിരുന്നു. പിന്നെയാണ് സൺഗ്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൺഗ്ലാസ് ഒന്നിങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ടോയെന്ന് അതിലൊന്നെടുത്തു. അങ്ങനെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അങ്ങനെ പോരായിരുന്നു. പോരുന്ന വഴിയിലൊരു ഷവർമില എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. ഇത് കണ്ടാൽ പിന്നെ അവിടെ കയറാൻ ഞാൻ ഭയങ്കര ഇടങ്ങാറാട്ടോ. കാരണം ഇവിടുത്തെ ഏത് ഫുഡ് എടുത്താലും അത്രയും ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാവുക. എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷെ കുറച്ച് വെയിറ്റിംഗ് ഉണ്ടെന്നുള്ളൂ. ക്ഷമയില്ലാതെ അങ്ങനെ രണ്ടാളും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഫുഡ് ഇപ്പം ഓർഡർ ചെയ്തിട്ട് കുറച്ച് നേരമായി. ബർഗറായിരുന്നു ഓർഡർ ചെയ്തത്, സിംഗർ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങളൊക്കെ എത്തി, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. പിന്നെ മത്സരമായിട്ടോ. പിന്നെ എല്ലാവരും ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയായി ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂത്താൾ കഴിക്കാൻ തുടങ്ങി. ഏഴാൾക്ക് കുറച്ച് ചമ്മലൊക്കെ ഉണ്ട്. ഇത് അനിയൻ്റെ വക കേട്ടോ ട്രീറ്റ്. ഇവിടെ വന്നാൽ വരെ വക ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങനെ മേടിച്ച് തരും. ജസ്റ്റ് കൂടെ പോവുള്ളൂ. അപ്പോൾ രണ്ടാളിത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും ഇത് മെല്ലെ ഒരു ഭാഗത്ത് ക്യാമറയും പിടിച്ചിട്ട് ഇത് മെല്ലെ ഇങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ട് നിൽക്കണേ. അപ്പോൾ ഇതാ അതിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റും കാര്യങ്ങളാണ്. അവിടെ ഷവർമ കാര്യങ്ങൾ ബ്രോസ്റ്റൊക്കെ ഉണ്ട്, ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ബർഗർ ട്രൈ ചെയ്തു. അത് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തറവാട്ടിലേക്ക് പോയി. എൻ്റെ തറവാടാണത്. തറവാട്ടിലേക്ക് വല്യമ്മനെ കാണാൻ വെച്ചിട്ട് അങ്ങനെ അവിടെ പോയി. അതിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അവിടെ വല്യമ്മനെയും കുട്ടികളൊക്കെ കണ്ട് കുറേ വർത്താനമൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പുറപ്പാടാണ്. ഈ വീട്ടിലേക്ക് പോകണം. നാളെ ട്രിപ്പിലേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ആക്കാണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വേഗം സൈഡ് ആവണം. നാളെ മോർണിംഗിലാണ് പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. ബൈ.